ഹായ് ഗായ്സ്, വെൽക്കം ടു ക്രിഷ് ടോക്സ്. സീരിയൽ എപ്പിസോഡുകൾ ചുരുക്കത്തിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വൈജയന്തി വീട്ടിൽ തിരിച്ചെത്തിയതോടെ പഴയ ചിട്ടകളും ചട്ടങ്ങളൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈജയന്തി പുതിയൊരു വേലക്കാരിയെ കൂടെ വീട്ടിൽ നിയമിച്ചിട്ടുമുണ്ട്. അലീന പോകുന്നതിന് മുമ്പും അലീന ഉണ്ടായിരുന്ന സമയത്തൊക്കെ ബബിതയും കൃഷ്ണമോളും രോഹിത് എല്ലാവരും കൂടി അടുക്കള ജോലി ഒപ്പമായിരുന്നു ചെയ്തിരുന്നത്. അവരത് സന്തോഷത്തോടെ എൻജോയ് ചെയ്തിരുന്നു. വൈജയന്തി പുതിയ വേലക്കാരിയെ നിയമിച്ചതോടെ അവരുടെ അടുക്കളയിലുള്ള സ്വാതന്ത്ര്യവും വീട്ടിലെ സന്തോഷമൊക്കെ ഇല്ലാതായി. തങ്ങളുടെ സ്വാതന്ത്ര്യം പോയതോടെ ബബിത ദേഷ്യപ്പെട്ടിട്ട് വൈജയന്തിനോട് പറയുന്നുണ്ട്, ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഈ ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം വൈജയന്തി പറയാണ്, നിങ്ങൾ പഠിക്കാന്നുള്ള ജോലി മാത്രം ചെയ്താൽ മതി. അതിനാണ് ഞാൻ ഇവിടെ വേണ്ടിയിട്ട് സെർവൻറ്റിനെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയാൽ മതി. ഇനി കാര്യങ്ങൾ ഞാനാണ് നോക്കുക. എൻ്റെ സൗകര്യത്തിനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുക. നിൻ്റെ ചിലവിനൊക്കെ ഞാൻ ജീവിക്കേണ്ടി വരുന്നൊരു കാലം വരികയാണെങ്കിൽ മാത്രം നീ അത് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരോട് ഭയങ്കരമായിട്ട് കൽപ്പിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. ബബിത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിച്ചിട്ടും ഇതിനൊന്നും അമ്പിലും വില്ലിലും അടുക്കാത്ത പോലെയാണ് വൈജയന്തി അവളോട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് ബബിത അവിടെ നിന്ന് പോയി. പിന്നെ വൈജയന്തി വേലക്കാരിയോട് പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും പുറത്തു പോയി പറയരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കുമെന്നൊക്കെ. പിന്നീട് അടുക്കളയിൽ നിന്ന് പുറത്ത് വന്നിട്ട് കൃഷ്ണമോട് വൈജയന്തിയോട് പറയുന്നുണ്ട്, അമ്മ എന്തിനാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്നത്? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു? ഞങ്ങളത് സന്തോഷത്തോടെ ചെയ്തിരുന്ന ജോലിയല്ലേ. ഞാനും ബബിതേച്ചിയും രോഹിത്തേട്ടനും അലീന ചേച്ചിയും എല്ലാവരും ഒരുമിച്ചായിരുന്നു സന്തോഷത്തോടെ ചെയ്തത്. അപ്പോൾ വൈജയന്തി കൃഷ്ണമോളോട് പറയുന്നുണ്ട്, നിങ്ങൾ രോഹിത്തിനെ കൊണ്ട് എന്തിനാണ് പണി ചെയ്യിപ്പിക്കുന്നത്? അവനൊരു ആൺകുട്ടിയല്ലേ, നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ അവനാണോ നോക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ആണായാലും എന്താണ്, സ്വന്തം കാര്യമില്ല ചെയ്യുന്നത്, വേറെ വീട്ടിലൊന്നും അല്ലല്ലോ എന്ന്. നിങ്ങളെയൊക്കെ പണി ചെയ്യിപ്പിച്ചിട്ട് അലീന ഇവിടെ സുഖിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സംസാരമാണ് എപ്പോഴും വൈജയന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ട് കൃഷ്ണമോള് പറയുന്നുണ്ട്, ബബിതേച്ചി പറയുന്നത് ശരിയാ, അമ്മേനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല, സമയം പോവുക, നമ്മുടെ എനർജി പോവാന്നല്ലാതെ എന്നൊക്കെ. പിന്നീട് ഇതിനു ശേഷം സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ബബിത ചെല്ലുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രനോട് ബബിത പറയാണ്, അച്ഛൻ ഇതൊക്കെ അറിയുന്നില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. പുതിയ വേലക്കാരിയെ നിയമിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? ജോലികളൊക്കെ ഞങ്ങൾ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒന്നും അമ്മ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല, ഞങ്ങൾക്കതിലൊരു സന്തോഷമില്ല, സമാധാനമില്ല എന്ന് ബാലചന്ദ്രൻ അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ബബിതയോട് പറഞ്ഞു കൊടുക്കുകയാണ്. വൈജയന്തി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനുള്ള സമയങ്ങളിൽ അലീന ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാതെ അവളുടെ കാര്യം നോക്കിയിട്ട് നിൽക്കുകയായിരുന്നു. നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി, ചിലപ്പോൾ വർക്കൗട്ട് ആയാലോ എന്ന്. അപ്പോൾ ബബിത ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയാണ്. നിങ്ങളുടെ മൂഡ് മാറ്റം വേണമെങ്കിൽ നമുക്കൊന്ന് ഔട്ടിങ് പോയിട്ട് വരാം, കൃഷ്ണമോളോടും രോഹിത്തിനോടൊക്കെ നീ ചെന്നൊന്ന് ഒരുങ്ങാൻ പറ, നമുക്കൊന്ന് പുറത്ത് പോയി വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പുതിയ സെർവൻറ്റ് ഫുഡെല്ലാം ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വരുന്ന വൈജയന്തി കാണുന്നത് മക്കളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുന്നതാണ്. അവർ ബാലചന്ദ്രൻ്റെ കൂടെ പുറത്ത് പോകാമെന്ന് അറിയുന്ന വൈജയന്തി പിന്നെ ഈ ഫുഡൊക്കെ ആർക്കാ ഉണ്ടാക്കി വെച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. വൈജയന്തി ഒരുപാട് തർക്കിച്ചെങ്കിലും മക്കൾ അതിനൊന്നും സമ്മതിക്കുന്നില്ല. ബാലചന്ദ്രൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ വരും, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് വൈജയന്തി അവരുണ്ടാക്കി വെച്ച ഭക്ഷണമൊന്നും കഴിക്കാതെ അത് അടച്ചു വെച്ചെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മനുവിനെയാണ്. മനുവിനെ ആ സമയത്ത് അലീന വിളിച്ച് അവിടെയുള്ള കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പപ്പയുടെ പട്ടാള ചിട്ടങ്ങളും മദ്യപാന കാര്യങ്ങളും വല്യപ്പച്ചൻ ഔതുകുട്ടി വന്ന കാര്യങ്ങളൊക്കെ അവള് മനുവിനോട് വിശദീകരിക്കുന്നുണ്ട്. വല്യപ്പച്ചൻ പ്രധാനമായിട്ടും വന്നത് എന്നെ ഇവിടെ ഇറക്കി നാട് വിടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എന്തോ വല്യപ്പച്ചൻ എന്നെ ഇറക്കി വിട്ടില്ല. എന്നെ കാണാൻ എൻ്റെ വല്യമ്മച്ചി ചിന്നമ്മയെ പോലെ ഉണ്ടെന്നൊക്കെ ഔതുകുട്ടി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. നീ എല്ലാവരെയും കയ്യിലെടുത്തല്ലോ എന്ന് മനു ഒരു തമാശ രൂപേണ അലീനയോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഔട്ടിങ്ങിനൊക്കെ പോയി വന്ന് തിരിച്ച് വീട്ടിലെത്തുന്ന ബാലചന്ദ്രനെയും മക്കളെയുമാണ്. ബാലചന്ദ്രൻ മക്കളോട് പറയുന്നുണ്ട്, വൈജയന്തി ഇവിടെ തിരിച്ചെത്തിയത് തന്നെ പുതിയൊരു യുദ്ധങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അവൾ എനിക്കെതിരെ യുദ്ധങ്ങൾ നടത്തും. ഇനി അവളുടെ ആയുധം നിങ്ങൾ മക്കളാണ്. നിങ്ങളെ വെച്ചിട്ട് അവൾ പല യുദ്ധങ്ങളും ഉണ്ടാക്കാൻ നോക്കും. നിങ്ങളതെല്ലാം നിങ്ങളെ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ ബാലചന്ദ്രൻ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.